മെയിനായിട്ട് ഒരു 5-6 കല്യാണം ഉണ്ട്. സാധനങ്ങൾ മേടിച്ച് പോക്കറ്റ് കല്യാണം തോന്നണം. ഓരോരോ ആളുകളുടെ കല്യാണം പൈസ ഇത്തിരി പോയാലും കുഴപ്പമില്ല. ഞാനാവണം കല്യാണത്തിന്റെ സ്റ്റാർ. ചേട്ടൻ നല്ല പ്രീമിയം കളക്ഷൻസ് കേട്ടോ. ബഡ്ജറ്റ് എനിക്കൊരു വിഷയമല്ല. അവൾക്കത് പറയാം, പക്ഷെ നമുക്ക് ബഡ്ജറ്റ് മതിട്ടാ. എടി ഫുൾ വെഡിങ് സെറ്റിന് 3900 രൂപ. അതെ, നോക്കട്ടെ. എനിക്ക് റിസപ്ഷൻ കിട്ടി. ഇനി കല്യാണത്തിന് നോക്കിയാൽ മതി. ഞാൻ അവിടെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഡെയിലി ഒരു സെറ്റ് നോക്കി എന്റെ സാരിക്ക് മാച്ച് ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടോ. ഇല്ലാണെങ്കിൽ ചുട്ടി വരുന്നുണ്ട്, ഇയറിംഗ്സ് വരുന്നുണ്ട്. അതിന് മാച്ച് ആയിട്ട് ഹിപ്പ് ചെയിനും ഇയർ ചെയിനും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കുറച്ച് വളകൾ മാറ്റി വെച്ചിട്ടുണ്ട്, അത് നോക്കിയാലോ? എടി ഈ വളകൾക്കൊക്കെ 200 rupees സ്റ്റാർട്ടിംഗ് റേറ്റ് വരണുള്ളത്. ആൾറെഡി ഇതേതാ മാല? എടി എന്റെ പർപ്പിൾ സാരിക്ക് നല്ല മാച്ച് ആയിരിക്കില്ലേ? ചേച്ചിയെ എൻഗേജ്മെന്റ്, ഹൽദി, സംഗീത്, വെഡിങ്, റിസപ്ഷൻ. അപ്പൊ ഇതെന്തിനാ? ഇതും കൂടി ഇരിക്കട്ടെ. അല്ല, നിന്റെ എടുത്തില്ല? എനിക്കൊരു കമ്പലൊക്കെ കണ്ടൊന്ന് വരുമോ? എടി ഇതാണോ? എനിക്കിതാ ഇഷ്ടമായി. നല്ല രസമുണ്ടല്ലേ? ഇപ്പത്തെ ട്രെൻഡ് ആയിട്ടുള്ള സൂര്യനും ചന്ദ്രനൊക്കെ ഉണ്ട് അവിടെ. ഊരിന് ചന്ദ്രനാ? ഹെയറിൽ വെക്കണത്. വിചാരിച്ച ഐറ്റംസ് കിട്ടിയില്ലേ? എനിക്ക് പറഞ്ഞിട്ടില്ല. ഒരു പരിപാടി വരണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അമ്മായി വിളിക്കാം. അമ്മായി ഒന്നും നോക്കണ്ട, നേരെ നമ്മുടെ പുത്തമ്മലുള്ള ബ്രൈഡൽ ഫേഷനിലേക്ക് വന്നോട്ടാ. അത് ഈ പുത്തമ്പള്ളിയുടെ അവിടെ മാത്രല്ല, നമ്മുടെ ജയലക്ഷ്മി സെയിൽസിന്റെ അവിടെ ഉണ്ട്. അമ്മായിക്ക് വേണ്ടിട്ട് അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. മാത്രല്ല നല്ല വിലക്കുറവും.